അൽ വഹദത്തു സാനിയ 4ാം ക്ലാസ് അറബിക് പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റ്. ഈ യൂണിറ്റിൻ്റെ പേര് സലാമത്തുൽ അഗ്ദിയ എന്നാണ്. സലാമത്തുൽ അഗ്ദിയ എന്ന് വെച്ചാൽ ഭക്ഷ്യസുരക്ഷ, ഫുഡ് സേഫ്റ്റി. ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഏതൊക്കെ ഭക്ഷണം കഴിക്കണം, ഏതൊക്കെ ഭക്ഷണം കഴിക്കരുത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. അവയൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ധാരാളമുണ്ട്. ആ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. നമുക്ക് പാഠത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഇവിടെ ഒരു ചിത്രം കാണാം. എന്താണ് ഈ ചിത്രം? ഒരു പാർക്കിൻ്റെ ചിത്രമാണ്. ഈ പാർക്കിലെ ബെഞ്ചിലിരുന്നു കൊണ്ട് കുറേ കുട്ടികൾ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. പല കുട്ടികളുടെയും കയ്യിൽ പാക്കറ്റ് ഫുഡാണുള്ളത്. ലേസ് പോലുള്ള പാക്കറ്റ് ഫുഡ്സാണ് ഇവർ കഴിക്കുന്നത്. ഒരു കുട്ടി ആപ്പിൾ തിന്നുന്നുണ്ട്. ഇതിലേതായിരിക്കും ആരോഗ്യത്തിന് ഗുണകരമായ ഭക്ഷണം? ആപ്പിളായിരിക്കും അല്ലേ? മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന ഭക്ഷണങ്ങളാണ്. അവയൊക്കെ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നശിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ സ്ഥിരമായി കഴിക്കാൻ പാടില്ല. ആപ്പിൾ പോലുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമൊക്കെ നമ്മൾ ധാരാളമായി കഴിക്കുക. എന്നാൽ നമുക്ക് നല്ല ആരോഗ്യം കിട്ടുന്നതാണ്. ഈ യൂണിറ്റിലെ 1ാമത്തെ പാഠത്തിൻ്റെ പേര് ത്വാബൂറു സബാഹ് എന്നാണ്. ത്വാബൂറു സബാഹ് മീൻസ് മോർണിംഗ് അസംബ്ലി. സ്കൂളിൽ രാവിലെ അസംബ്ലി നടത്താറുണ്ട് അല്ലേ? അതാണ് ഈ പാഠം. ഈ അസംബ്ലി നടത്തുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പാഠത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഇൻ അഖദ ത്വാബൂറു സബാഹി ഫിൽ മദ്രസത്തി. സ്കൂളിൽ മോർണിംഗ് അസംബ്ലി നടന്നു. ഇൻ അഖദ നടന്നു അല്ലെങ്കിൽ സംഘടിപ്പിക്കപ്പെട്ടു. ത്വാബൂറു സബാഹി മോർണിംഗ് അസംബ്ലി, ഫിൽ മദ്രസത്തി സ്കൂളിൽ മോർണിംഗ് അസംബ്ലി നടത്തപ്പെട്ടു. ഇജ്തമഅത് ദാരിസൂന ഫി സാഹത്തിൽ മദ്രസത്തി. വിദ്യാർത്ഥികളെല്ലാം സ്കൂൾ മുറ്റത്ത് ഒരുമിച്ച് കൂടി. ഇജ്തമഅ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി. ആരാണ് ഒരുമിച്ച് കൂടിയത്? അദ്ദാരിസൂന, വിദ്യാർത്ഥികൾ. ഫി സാഹത്തിൽ മദ്രസത്തി, സ്കൂളിൻ്റെ അങ്കണത്തിൽ, സ്കൂളിൻ്റെ മുറ്റത്ത്. സാഹത്ത് മുറ്റം, സാഹത്തിൽ മദ്രസ സ്കൂളിൻ്റെ മുറ്റം. സ്കൂളിൻ്റെ മുറ്റത്ത് വിദ്യാർത്ഥികളൊക്കെ ഒരുമിച്ച് കൂടി. അൻഷദത്ത് റോഷ്ന നശീദത്ത് ദുആഇ. റോഷ്ന പ്രാർത്ഥനാഗീതം ആലപിച്ചു. അൻഷദ പാടി, ആലപിച്ചു. ആരാണ് പാടിയത്? റോഷ്ന എന്ന കുട്ടിയാണ്. റോഷ്ന പാടി. എന്ത് പാടി? നശീദത്ത് ദുആ, പ്രാർത്ഥനാഗാനം. രാവിലെ സ്കൂൾ തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ടാവും അല്ലേ? അതിനാണ് നശീദത്തു ദുആ എന്ന് പറയുന്നത്. പ്രാർത്ഥനാഗാനത്തോടെ അസംബ്ലി തുടങ്ങി. ഖാമ ഹാഷിർ അരീഫുൽ മദ്രസത്തി ബി ഇൽഖാഇ കലിമാത്തി തഅഹുദ്. സ്കൂൾ ലീഡറായ ഹാഷിർ പ്രതിജ്ഞാവാചകങ്ങൾ ചൊല്ലിക്കൊടുത്തു. സ്കൂളിൽ അസംബ്ലിയിൽ പ്രതിജ്ഞ ചൊല്ലും അല്ലേ? ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞയുണ്ടാകും. ആ പ്രതിജ്ഞ സ്കൂൾ ലീഡറായ ഹാഷിർ ചൊല്ലി. ഖാമ ഹാഷിറുൻ അരീഫുൽ മദ്രസത്തി. അരീഫുൽ മദ്രസത്തായ ഹാഷിർ ഖാമ ബി ഇൽഖാഇ കലിമാത്തി തഅഹുദ്. പ്രതിജ്ഞാവാചകങ്ങൾ ഖാമ ബി ഇൽഖാഇ എന്ന് പറഞ്ഞാൽ നടത്തി, ചൊല്ലിക്കൊടുത്തു. പ്രതിജ്ഞാവാചകങ്ങൾ ചൊല്ലിക്കൊടുത്തു. പിന്നെയോ തഹദ്ദസ നാളിറുൽ മദ്രസത്തി അൻ അഹമ്മിയത്തി ഹാദൽ യൗമി. ഹെഡ് മാസ്റ്റർ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. തഹദ്ദസ സംസാരിച്ചു. നാളിറുൽ മദ്രസത്തി ഹെഡ് മാസ്റ്റർ അൻ അഹമ്മിയത്തി പ്രാധാന്യത്തെക്കുറിച്ച്. അഹമ്മിയത്ത് മീൻസ് പ്രാധാന്യം. അൻ അഹമ്മിയത്തി ഹാദൽ യൗമി ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഹെഡ് മാസ്റ്റർ സംസാരിച്ചു. ഏതാണ് ഈ ദിവസം? നോക്കാം. അല്യോമു ഇന്ന്, ഇന്നത്തെ ദിവസം. യോമുൻ ആലമിയുൻ ലി സലാമത്തിൽ അഗ്ദിയത്തി വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആണ്. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമാണ്. അല്യോം ഇന്ന്, യോമുൻ ആലമിയൻ ലോക ദിനമാണ്. എന്തിനുള്ള ദിനം? ലി സലാമത്തിൽ അഗ്ദിയത്തി ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള
ലോക ദിനമാണിന്ന്. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നഹ്തഫിലു ബിൽ യൗമിൽ ആലമി ലി സലാമത്തിൽ അഗ്ദിയത്തി ഫി സാബിഇ മിൻ യൂനിയു കുല്ല ആമിൻ. എല്ലാ വർഷവും ജൂൺ 7-ാം തീയതി നമ്മൾ ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നു. നഹ്തഫിലു നമ്മൾ ആചരിക്കുന്നു, ബിൽ യൗമിൽ ആലമി ലി സലാമത്തിൽ അഗ്ദിയത്തി ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. എപ്പോൾ? ഫി സാബിഇ മിൻ യൂനിയു, യൂനിയു ജൂൺ സാബിഇ ജൂൺ 7-ാം തീയതി, കുല്ല ആമിൻ എല്ലാ വർഷവും ജൂൺ 7-നാണ് ഭക്ഷ്യസുരക്ഷാ ദിനം. ഓക്കെ, ഇനി ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. മൻ ഹുവ ഹാഷിർ, ആരാണ് ഹാഷിർ? സ്കൂൾ ലീഡറാണല്ലേ. അപ്പോൾ എങ്ങനെ ഉത്തരം എഴുതും? ഹാഷിറുൻ അരീഫുൽ മദ്രസത്തി, ഹാഷിർ സ്കൂൾ ലീഡറാണ്, അങ്ങനെ എഴുതിയാൽ മതി. ഫി അയ്യി യോമിൻ നഹ്തഫിലു ബിൽ യോമിൽ ആലമി ലി സലാമത്തിൽ അഗ്ദിയ, ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായിട്ട് നമ്മൾ ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്? ഉത്തരം ഇവിടെയുണ്ട്. ഫി സാബിഇ മിൻ യൂനിയു കുല്ല ആമിൻ, അതിവിടെ എഴുതുക. എല്ലാ വർഷവും ജൂൺ 7-ാം തീയതി. ഇനി നഖ്റഉ വനതദറബു, നമുക്ക് വായിക്കാം, പരിശീലിക്കാം. ഇവിടെ 2 ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഇതെന്താണ്? നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും. അസംബ്ലിയിൽ നിൽക്കുമ്പോൾ അറ്റൻഷൻ, സ്റ്റാൻഡറ്റീസ്, അങ്ങനെ 2 വാക്കുകൾ പറയാറുണ്ട്. അറ്റൻഷൻ പറയുമ്പോഴാണ് ഈ രൂപത്തിൽ നിൽക്കുന്നത്. സ്റ്റാൻഡറ്റീസ് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കും. അറ്റൻഷൻ എന്നുള്ളതിന് അറബിയിൽ ഇൻതബിഹ് എന്നാണ് പറയുക. സ്കൂളിൽ അറബിയിൽ അസംബ്ലി നടത്തുക, അപ്പോൾ അറ്റൻഷന് പകരം ഇൻതബിഹ് എന്ന് പറയാം. അതേപോലെ സ്റ്റാൻഡറ്റീസ് എന്നുള്ളതിന് ഇസ്തരിഹ് എന്നും പറയാം. ഇതെന്താണ്? കൈ മുന്നോട്ടേക്ക് നീട്ടി വെച്ചുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? അത്തഅഹുദ്, പ്രതിജ്ഞ ചൊല്ലും അല്ലേ. പ്രതിജ്ഞയ്ക്ക് അത്തഅഹുദ് എന്നാണ് പറയുക. പിന്നെ ഈ കുട്ടി എന്ത് ചെയ്യുന്നു? അഖ്ബാറുൽ യൗം വായിക്കുന്നു. എന്താണ് അഖ്ബാറുൽ യൗം? ഇന്നത്തെ വാർത്തകൾ. അഖ്ബാർ വാർത്തകൾ, അല്യൗം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ അസംബ്ലിയിൽ വായിക്കുന്നു. ഒരു അസംബ്ലി നടത്തുന്ന ദിവസമുള്ള പ്രധാന വാർത്തകൾ അസംബ്ലിയിൽ നമ്മൾ വായിക്കാറുണ്ട്. പിന്നെ വേറൊരു കുട്ടി എന്ത് ചെയ്യുന്നു? ഫിക്റത്തുൽ യൗം അവതരിപ്പിക്കുന്നു. ഫിക്റത്ത് ചിന്ത, ഇന്നത്തെ ചിന്താ വിഷയം അവതരിപ്പിക്കും. പിന്നെ അൽഖ മൻസൂറുൻ ഖുത്ബത്തൻ ഫി ത്വാബൂരി, അസംബ്ലിയിൽ മൻസൂർ ഒരു ഖുത്ബ, ഒരു പ്രസംഗം നടത്തി എന്നുള്ളതിനെ അൽഖ ഖുത്ബത്തൻ എന്നാണ് പറയുക. അൽഖ മൻസൂറുൻ ഖുത്ബത്തൻ, മൻസൂർ ഒരു പ്രസംഗം നടത്തി, ഫി ത്വാബൂരി അസംബ്ലിയിൽ. അപ്പോൾ അസംബ്ലിയിൽ മൻസൂർ പ്രസംഗം നടത്തി, ഒരു കുട്ടി അഖ്ബാറുൽ യൗം ഇന്നത്തെ വാർത്ത വായിച്ചു, അതായത് അസംബ്ലി നടത്തപ്പെട്ട ദിവസത്തെ വാർത്ത വായിച്ചു. മറ്റൊരു കുട്ടി ഫിക്റത്തുൽ യൗം ഇന്നത്തെ ചിന്ത അവതരിപ്പിച്ചു. പിന്നെ അത്തഅഹുദ് പ്രതിജ്ഞ ചൊല്ലി എല്ലാവരും കൂടെ. ഇസ്തരിഹ്, ഇൻതബിഹ് എന്ന് പറഞ്ഞപ്പോൾ സ്റ്റാൻഡറ്റീസായിട്ടും അറ്റൻഷനായിട്ടും കുട്ടികൾ നിന്നു. ഓക്കെ, ഈ വാക്കുകളൊക്കെ പഠിച്ചു വെക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് 2ാമത്തെ പാഠം പഠിക്കാം.